നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ് 8 എക്സസൈസ് 9.1-ലെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. മോഹൻ വാണ്ട്സ് ടു ബൈ എ ട്രപ്പീസിയം ഷേപ്ഡ് ഫീൽഡ്. Its side along the river is parallel to and twice the side along the road. If the area of this field is 10,500 meters square and the perpendicular distance between two parallel sides is 100 meter, find the length of the side along the river. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ കൂടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. റോഡ്, അതിന് പാരലൽ ആയിട്ട് റിവർ, ആൻഡ് അതിൻ്റെ ഇടയിൽ ഒരു ട്രിപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡ്. ഈ ഫീൽഡ് മോഹൻ വാങ്ങുന്ന ഫീൽഡാണ് ഇവിടെ പറയുന്നത്. ട്രിപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡ്, ഇതാണ് ആ ട്രിപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡ്. ട്രിപ്പീസിയം എന്താണെന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ പല ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. ട്രിപ്പീസിയം മീൻസ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് പാരലൽ സൈഡ്. ഒരു പെയർ ഓപ്പോസിറ്റ് പാരലൽ സൈഡ് ആണെങ്കിൽ, ഫോർ സൈഡുള്ള ഒരു ക്ലോസ്ഡ് ഫിഗറിൽ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആണെങ്കിൽ അതിനെ ട്രിപ്പീസിയം എന്ന് പറയാം. ഇത് ഒരു ട്രിപ്പീസിയം ഷേപ്പ്ഡ് ഫീൽഡാണ്. അതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്, അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എ ഈസ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്, 10,500. ഏരിയ തന്നിട്ടുണ്ട് 10,500. എന്താണ് യൂണിറ്റ്, മീറ്റർ സ്ക്വയറിലാണ് തന്നിട്ടുള്ളത്. ദെൻ അതുപോലെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ സൈഡ്, അതിൻ്റെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്. 100 മീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഹൈറ്റ് എച്ച് ഈസ് 100 മീറ്റർ. ദെൻ റോഡിൻ്റെ സൈഡിലുള്ള ലെങ്ത് നമ്മൾക്ക് അറിയണം. റോഡിൻ്റെ സൈഡിലുള്ള ലെങ്ത്തും തന്നിട്ടില്ല, അതുപോലെ തന്നെ റിവറിൻ്റെ സൈഡിലുള്ള ലെങ്ത്തും തന്നിട്ടില്ല. ബട്ട് എന്ത് തന്നിട്ടുണ്ട്, its side along the river is parallel and twice the side along the road. റിവർ സൈഡ് ട്വിസ് ആണ് ഏതിൻ്റെ, റോഡിൻ്റെ ലെങ്ത്തിൻ്റെ ട്വിസ് ആയിട്ടാണ് റിവറിൻ്റെ ലെങ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് റോഡ് സൈഡിൻ്റെ ലെങ്ത് ഓഫ് റോഡ് സൈഡിനെ എക്സ് ആയിട്ട് എടുക്കാം. അതുപോലെ റിവർ സൈഡ് അതിൻ്റെ ട്വിസ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് എടുക്കാം, 2x ആയിട്ട് പരിഗണിക്കാം. 2x ആയിട്ട് എടുക്കാം. സോ ദെൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് അലോങ് ദ റിവർ. ഇതിൻ്റെ എത്രയാണ് ലെങ്ത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എക്സ് ആണ് വന്നിട്ടുള്ളത്, അതിൻ്റെ ഒറിജിനൽ വാല്യൂ നമ്മൾക്ക് കണ്ടുപിടിക്കണം, 2x എന്നുള്ളതിൻ്റെ. അപ്പോൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾക്ക് ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ, ട്രിപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്, 1/2 ഇൻറ്റു ഏരിയ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്. എ പ്ലസ് ബി ഇൻറ്റു എച്ച്. എച്ച് മീൻസ് ഹൈറ്റ്. അതുപോലെ എ ആൻഡ് ബി ഓപ്പോസിറ്റ് പാരലൽ സൈഡ്. ഇവിടെ എ നമ്മൾക്ക് എക്സ് ആയിട്ട് എടുക്കാം. അതുപോലെ ബി റിവർ സൈഡ് ബിനെ നമ്മൾക്ക് ബിയുടെ വാല്യൂ എത്ര ഇവിടെ വരുന്നത്, ബി എത്ര ഏതാണ് എടുക്കുന്നത്, 2x ആണ്. ബി 2x ആണ്. റിവർ സൈഡിനെ ബിയും റോഡ് സൈഡിൻ്റെ ലെങ്ത്തിനെ എയുമായിട്ട് എടുക്കാം. സോ ഏരിയ ഇവിടെ തന്നിട്ടുണ്ട്, 10,500 ആണ് ഏരിയ വരുന്നത്. ട്രപ്പീസിയം ഫീൽഡിൻ്റെ ഏരിയ 10,500 മീറ്റർ സ്ക്വയറിലാണ് തന്നിട്ടുള്ളത്. മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്. ദെൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 ഇൻറ്റു എ പ്ലസ് ബി. എ ഈസ് എക്സ്. റോഡ്സ് ഏതായിട്ടാണ് കണക്കാക്കുന്നത്, റോഡ് സൈഡിൻ്റെ ലെങ്ത് ആണ് എ എടുത്തിട്ടുള്ളത്. സോ എക്സ്, എ ഈസ് എക്സ്, ദെൻ പ്ലസ് ബി ഈക്വൽ ടു
2x, reverse side ആണ് 2x. So x plus 2x into h. h 100 ആണ്, height 100 meter ആണ്. 100 equal to 10,500. 10,500. That's equal to 1 by 2 into x plus 2x. X means 1x ആണ് plus 2x. Algebraic expression നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് അഡീഷനില് എക്സിനെ പൊതുവായിട്ട് എക്സ് എന്ന് എടുക്കുള്ളൂ. ദെൻ അതിന്റെ കോയിഫിഷ്യന്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. 1 plus 2 is 3. Therefore 3x. x plus 2x is 3x into height 100 into 100 equal to 10,500. 10,500. 2 into 2 is 1. 2 in 100 is 50. 50 into 100. 50 into 2 is 100. Okay, then 3x into 50. 50 equal to 10,500. 3 into 15. കോയിഫിഷ്യന്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 50. 50 is 150. 3 into 5 is 50. Then 0. That is 150 into x. Variable x equal to 10,500. X equal to 10,500 divided by 150. 150 LHSൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ RHSലാകുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറും. 0യും 0യും വെട്ടിപ്പോകും. ദെൻ 15ലും അതുപോലെ തന്നെ 1050ലും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം നമ്മൾക്ക്. അതുകൊണ്ട് തന്നെ 5 in 15 is 3 and 10. 10ൽ 2 into 5 is 10 and 5 in 5 is 1 and 0 in 5, 0 into 5 is 0. So x equal to 210 divided by 3. 3 into 100, 1 letter times പോകുമെന്ന് നോക്കാം. 3 in 3 is 1 and 21 less 7 times 7 into 3 is 21 and 0 into 3 0. Therefore answer x equal to 70 meter. X equal to 70 meter. ഇവിടെ x എന്നുള്ളത് റോഡിന്റെ സൈഡാണ്. എക്സ് എന്നുള്ളത് റോഡിന്റെ സൈഡിന്റെ ലെങ്ത് ആണ്. നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ദ സൈഡ് അലോങ് ദ റിവർ. റിവറിന്റെ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. റിവറിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അത് 2x ആണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ 2x കണ്ടുപിടിക്കണം. എക്സ് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? ലെങ്ത് ഓഫ് ദ റിവർ. Length of river is equal to
2x. 2 into x. X is 70 meter. 70. Then 2 into 0 is 0. Then 2 into 70, 40. 7 into 2 is 40. So it's 140 meter. Length of river is 140 meter and road length of road is 70 meter. Then എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.